Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Yes, good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Okay. We will start with the prayer. ആരെങ്കിലും ഉണ്ടോ പ്രയറിന്? Anyone else? Say, ma'am. പ്രയറിനായിട്ട്. Okay. Thank you. Dear God, what a beautiful creation it is. Morning sun brings daylight. What a pleasant morning it is. Flowers' aroma is spreading everywhere. Birds are chirping so that everyone can wake up. A cool breeze will blow. Stop being lazy and start working. And help us to study, help our facilitator, and help our friends. Night moon come and make mind fresh. Thank you, God, for making us a wonderful creature in this world. Thank you. എനിക്ക് തോന്നുന്നു അൽഫ പലതവണയും പ്രയർ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് നല്ല ഫെമിലിയർ ഈ പ്രയർ. Yes, ma'am. ഓക്കെ, അപ്പൊ നമ്മള് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ്. അതൊരു വലിയ ചാപ്റ്റർ ഒന്നും അല്ല. ഇത് ശരിക്കും നമ്മളുടെ ഒരു കോർ സബ്ജക്റ്റ് ആണ്. മോണ്ടിസോറി ടീച്ചിങ് പ്രാക്ടീസിലെ കോർ സബ്ജക്റ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇനി മോണ്ടിസോറി പ്രിൻസിപ്പിൾസ് ആയിരുന്നു. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് പ്രിൻസിപ്പിൾ ആയിരുന്നു നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. ഫ്രീഡം, ഓർഡർ, സ്ട്രക്ചർ, ബ്യൂട്ടി, അറ്റ്മോസ്ഫിയർ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോയി. ഞാനൊരു കറക്റ്റ് 6 പ്രിൻസിപ്പിൾസ് പറയുന്ന ഒരു ലിങ്കും നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ്. ബട്ട് ബിഫോർ ഗോയിങ് ടു ദാറ്റ് യു ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് മോണ്ടിസോറി കരിക്കുലം. മോണ്ടിസോറി നമ്മളിപ്പോ ഒരു ക്ലാസ് റൂമിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നു. നമുക്ക് അവിടെ കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ട്. പക്ഷെ ആ എക്യുപ്മെന്റ്സ് വെച്ച് നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ആ എക്യുപ്മെന്റ്സ് അതിലുണ്ട്, എന്താണ് അതിന്റെ സിലബസ്. നിങ്ങളെ UKG ക്ലാസ് എടുക്കാനായിട്ട് വിളിക്കുന്നു. നമ്മൾ ആദ്യം സിലബസ് ഒന്ന് തരാം, എന്ത് കണ്ടന്റ് ആണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? അപ്പൊ മോണ്ടിസോറി മെറ്റീരിയൽസ് ഫെമിലിയർ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മോണ്ടിസോറി കരിക്കുലം എന്താന്ന് ഫെമിലിയറൈസ് ചെയ്യണം. അത് നിങ്ങളുടെ ഇതിലില്ല. ഞാനത് എന്റെ ലിങ്ക് നാളെ ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? നമ്മളിപ്പോ പുതിയതായി ഒരു ക്ലാസ്സിന് ഇപ്പോ മോണ്ടിസോറിയുടെ ക്ലാസ് എടുക്കാനായിട്ട്, ട്രെയിനിങ് കൊടുക്കാനായിട്ട് മോണ്ടിസോറി കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത ഒരു ഫെസിലിറ്റേറ്ററെ വിളിക്കുന്നു. ഫെസിലിറ്റേറ്റർ ഇപ്പൊ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 കഴിഞ്ഞതാ. ഓരോ വർഷം കഴിയുന്തോറും ഇതിന് കണ്ടന്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത് സിലബസ് ഉണ്ടോ?
കണ്ടന്റിൽ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റില് ആ ക്ലാസ് റൂംസ്, മോണ്ടിസോറി ക്ലാസ് റൂമിനേക്കാളും ചിൽഡ്രൻസ് ഹൗസ് എന്ന് പറയാനായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. ആ ചിൽഡ്രൻസ് ഹൗസിൽ കുട്ടികൾക്ക് വേണ്ടുന്ന എൻവിയോൺമെന്റ് പ്രിപ്പയർ ചെയ്തു. മോണ്ടിസോറി അതിനകത്ത് കുറെ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്തു. പക്ഷെ ആ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഈ രീതിയിൽ ഈ ഒരു സ്ട്രക്ചറിൽ കുട്ടികളുടെ ആക്ടിവിറ്റി പോകണം. ഡയറക്ടേഴ്സ് ഈ ഒരു സ്ട്രക്ചർ, ആ ഒരു സിലബസ് അല്ലെങ്കിൽ കരിക്കുലം പ്രാക്ടീസ് ചെയ്തിരിക്കണം, ട്രെയിൻഡ് ആയിരിക്കണം എന്ന് മറിയ മോണ്ടിസോറി അത് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതറിയാതെ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യരുതെന്ന്. അപ്പൊ നമ്മള് മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് ആവാൻ പോകുന്നവരാണ്, ഡയറക്ടേഴ്സ് ആവാൻ പോകുന്നവരാണ്. അപ്പൊ നമുക്ക് മെറ്റീരിയൽസ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിന്റെ സിലബസ്, അതിന്റെ ആ സ്ട്രക്ചർ, ആ ഒരു കരിക്കുലം നമ്മൾ ഫെമിലറൈസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കരിക്കുലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കരിക്കുലം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് മെറ്റീരിയൽസിലേക്ക് വരാം. ഞാനത് ഷെയർ ചെയ്ത് അവിടെ ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതല്ലേ അതിന്റെ ശരി അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ ഈ മോണ്ടിസോറി കരിക്കുലം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് 5 ഏരിയാസ് വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മളൊരു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഇത്ര സബ്ജക്ട്സ് ഉണ്ടാവും. അതിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. രണ്ടായിട്ട് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യും. ലാംഗ്വേജ്, സബ്ജക്ട് എന്നുള്ളത്. അതായത് ഇപ്പൊ ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്. പിന്നെ സയൻസ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. സോഷ്യൽ ഉണ്ടെങ്കിൽ ജോഗ്രഫി, ഹിസ്റ്ററി, സിവിക്സ്. ആ രീതിയിലൊക്കെ നമ്മളുടെ വലിയ ക്ലാസ്സിലെ കുട്ടികളുടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. പിന്നെ നമ്മൾ +1 +2ലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോ കോമേഴ്സ് എടുക്കുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള സബ്ജക്ട്സ്, പിന്നെ നമ്മൾ സയൻസ് എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള സബ്ജക്ട്സ് വരും. മാത്സും കമ്പ്യൂട്ടറും ആണെങ്കിൽ അതിനനുസരിച്ച് സബ്ജക്ട്സ്. അതുപോലെ തന്നെ മോണ്ടിസോറി കരിക്കുലത്തിനെ 5 ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ലൈഫ്, സെൻസോറിയൽ, ചിലത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മാത്തമാറ്റിക്സ്, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ഇങ്ങനെയുള്ള 5 ഏരിയാസ് ആണ് മോണ്ടിസോറി കരിക്കുലത്തിനുള്ളത്. എഴുതി നോട്ട് ചെയ്യാൻ പറ്റുന്നവർ നോട്ട് ചെയ്യുക. നാളത്തെ ലിങ്കും കൂടെ കിട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ നോട്ട്സ് കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മോണ്ടിസോറി കരിക്കുലത്തിനെ 5 ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയതിന് ശേഷമാണ് ആ ഓരോ ഏരിയയിലേക്കും വേണ്ടുന്ന മെറ്റീരിയൽസ് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്തത്. ഇതാണ് 16 മെറ്റീരിയൽസ് ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ 22 മെറ്റീരിയൽസ് ഉണ്ടെന്ന് പറയുന്നു. ആ മെറ്റീരിയൽസിൽ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചില മെറ്റീരിയൽസ് ഉണ്ട്. കുറച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. ബട്ടണിങ്, സിബിങ്, ലേസ്, ഷൂ ലേസ് കെട്ടാൻ പറ്റുന്ന രീതിയിൽ ആ രീതിയിൽ ലേസ് ഹോൾസ് ഒക്കെ ഇട്ടിട്ട് ക്ലോത്തിൽ നിങ്ങൾ അത് ചെയ്ത് വെക്കണം. പിന്നെ വെൽക്കോ ഇല്ലേ, നമ്മളുടെ ബാഗിലും ചെരുപ്പിലും ഒക്കെ ഇങ്ങനെ ഒട്ടി വരുന്ന രീതിയിൽ ഒരു ഭാഗം ഇങ്ങനെ റഫ് ആയിട്ടിരിക്കും, ഒരു ഭാഗത്ത് ഇച്ചിരി പൊങ്ങിയിരിക്കും. ഇതിങ്ങനെ ഒട്ടിയിരിക്കണം. വെൽക്കോം ഇല്ലേ, അത് വെൽക്കോ, WELCO, അത്രയും കണ്ട് എന്റെ സ്പെല്ലിംഗ് ഉള്ളൂ എന്നാണ് എന്റെ ഒരു ഓർമ്മ. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോന്നും പ്രിപ്പയർ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാം. ചിലവില്ല, ഞാൻ പറഞ്ഞിരുന്നു. ഏതെങ്കിലും ടൈലറിംഗ് ഷോപ്പിൽ പോയിട്ട് പഴയ ക്ലോത്ത്, ഡ്രസ്സൊക്കെ കട്ട് ചെയ്യുന്നതിന്റെ ക്ലോത്ത്, കുറച്ച് കളർഫുൾ ഒക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും. അങ്ങനെ ക്ലോത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെ ഡ്രസ്സിന്റെ ഏതെങ്കിലും നല്ലൊരു A4 ഷീറ്റിന്റെ സൈസ് ആണ് മതി. അത് ഇനഫ്, ധാരാളമാണ്. ഇച്ചിരി വലുതാക്കണം, കുറെ അധികം ബട്ടൺസ് വെക്കണം, വലിയ സിബ് വെക്കണം, വലിയതായിട്ട് ലേസ് വെക്കണം, വെൽക്കോ വലുതായിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതാകാം. ഓക്കെ, വെൽക്കോ ഒക്കെ നല്ല രീതിയിൽ ഇവർ പ്രാക്ടീസ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വലിച്ചു പറിക്കും, അതിങ്ങനെ പൊളിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കുട്ടികളെ നല്ലപോലെ വെൽക്കോ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ ബിലോങ്ങിങ്സ്, ചെരുപ്പാണെങ്കിലും ബാഗ് ആണെങ്കിലും പൗച്ച് ആണെങ്കിലും ഒക്കെ അവർക്ക് നന്നായിട്ട് അവർ ഉപയോഗിക്കും. അത് കേടാകില്ല. കുട്ടികൾ ഒരിക്കലും സാധനങ്ങൾ കേടാക്കില്ല. നമ്മുടെ വീട്ടിൽ തന്നെ കട്ടന്റെ ഇങ്ങനെ ഒരുമിച്ചാക്കാനായിട്ട് വെൽക്കോ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അവർക്ക് അറിയാൻ പറ്റും അതിന്റെ ഫംഗ്ഷനിങ്. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ കുറേശ്ശെയായിട്ട് ചെയ്തു വെച്ചോളൂ കേട്ടോ. എല്ലാം കൂടെ ലാസ്റ്റ് ആക്കേണ്ട. സമയം കിട്ടുന്നതിനനുസരിച്ച് ഈ മെറ്റീരിയൽസ് കളക്ട് ചെയ്തു വെക്കുക. പിന്നെ ഇപ്പൊ 5 ഏരിയാസ് നമ്മൾ പറഞ്ഞു. പ്രാക്ടിക്കൽ ലൈഫ്, സെൻസോറിയൽ, മാത്തമാറ്റിക്സ്, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ.
അപ്പോൾ ഓരോ ഏരിയയ്ക്കും വേണ്ടിയിട്ട് പ്രത്യേകം സെറ്റ് ഓഫ് മെറ്റീരിയൽസ് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്തു. അതിലൂടെ വേണം അങ്ങനെ ഓരോ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കുട്ടികളുടെ നോളജ് ഏരിയ സ്കിൽ എല്ലാം ഡെവലപ്ഡ് ആയിട്ട് വരും. അങ്ങനെ എങ്ങനെയാണ് അവരുടെ ഡെവലപ്മെന്റ് എങ്ങനെ വരും എന്നാണ് നമ്മൾ പറഞ്ഞത്? ത്രൂ റിപ്പിറ്റീഷൻ ആൻഡ് പ്രാക്ടീസ്. ഒരു തവണയല്ല ചെയ്യുക, പല തവണ അവരത് റിപ്പീറ്റ് ചെയ്തിട്ടിരിക്കും. നമുക്കറിയാം പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഇപ്പം റിപ്പീറ്റ് ചെയ്ത് ഇപ്പം പാട്ട് പാടുന്നു, റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഡാൻസേഴ്സ് അവരും റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെ? ഇപ്പം അതിപ്പോ കോമ്പറ്റീഷൻ ആണെങ്കിൽ ശരി, അല്ലാതെ ആണെങ്കിലും ദിവസം അവരൊരു ഹാഫ് ആൻ അവർ 1 അവർ അതിന് വേണ്ടിയിട്ട് സ്പെയർ ചെയ്ത് വെക്കും. അങ്ങനെ ത്രൂ റിപ്പീറ്റ്. പെയിന്റേഴ്സ് അങ്ങനെ എന്താണെങ്കിലും അവർ റിപ്പീറ്റ് ചെയ്യുന്നു. കുട്ടികളുടെ ടേബിൾസ് നമ്മൾ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? റിപ്പീറ്റഡ്ലി അവർ ആ ടേബിൾ പറഞ്ഞുകൊണ്ടേയിരിക്കും റിപ്പീറ്റഡ്ലി അല്ലെ? അപ്പൊ അങ്ങനെ ഓരോ മെറ്റീരിയലിനെ കുറിച്ചും നല്ല രീതിയിൽ തന്നെ ബേസിൽ നിന്ന് തന്നെ അവരുടെ നോളജ് ഇംപ്രൂവ് ചെയ്യുവാണ് ഓരോ കരിക്കുലം ഏരിയയിലും. 5 key areas നമ്മൾ പറഞ്ഞു. പ്രാക്ടിക്കൽ ലൈഫ്, സെൻസോറിയൽ, മാത്തമാറ്റിക്സ്, ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ്. ഈ ഏരിയയിലൂടെ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ടാകുന്നു. അവരുടെ ഓരോ സ്റ്റേജ് ഡെവലപ്മെന്റും അവരുടെ ഇൻട്രസ്റ്റും ഇംപ്രൂവ് ആകുന്നു. നമുക്ക് ഓരോ ഏരിയ നോക്കാം. പ്രാക്ടിക്കൽ ലൈഫ് അല്ലെ? പ്രാക്ടിക്കൽ ലൈഫ് പലതും അത് ചെയ്യുമ്പോൾ അവർക്ക്, അതായത് അവരെ എൻവയോൺമെന്റുമായിട്ട് വെച്ചാൽ കംപ്ലീറ്റ് ഒന്നും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, എല്ലാം നാച്ചുറൽ ആയിട്ട് അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു. അവരുടെ സോഷ്യൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നു. അവർ എൻവയോൺമെന്റിനെ കെയർ ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. ഒരിക്കലും അവരൊരു ഉറുമ്പ് പോകുമ്പോൾ ചവിട്ടി അരക്കില്ലേ, അങ്ങനെ തുമ്പി അങ്ങനെയുള്ള സാധനങ്ങളെ ഒന്നും അവർ ഉപദ്രവിക്കില്ല. അവർക്ക് പിന്നെ ചെടികൾ കണ്ട പ്ലക്ക് ചെയ്ത് കളയില്ല, പൂക്കൾ പറിച്ചു കളയില്ല, അങ്ങനെ. അപ്പൊ അവര് എൻവയോൺമെന്റിനെ കെയർ ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ അത് ആണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നത്. നെക്സ്റ്റ് സെൻസോറിയൽ. അപ്പൊ അവിടെ അവരുടെ സെൻസസ് വർക്ക് ചെയ്യാം. കുട്ടികളുടെ മാത്രമല്ല, എല്ലാവരും അവരുടെ സെൻസ് യൂസ് ചെയ്തിട്ട് വേണം അവര്, ഡയറക്ടേഴ്സ് ആണെങ്കിലും മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണെങ്കിലും സെൻസ് കംപ്ലീറ്റ് യൂസ് ചെയ്യണം. എന്നിട്ട് വേണം കുട്ടികളിലേക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സെൻസോറിയൽ അതിലൂടെയാണ് അവർ കളർ മനസ്സിലാക്കുന്നത്. അവരുടെ വിഷൻ കാണുമ്പോൾ കളർ അവർക്ക് മനസ്സിലാവും, ഷേപ്സ് മനസ്സിലാവും, ടെക്സ്ചർ തൊട്ട് നോക്കുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ റഫ് സ്മൂത്ത് അതൊക്കെ അവർക്ക് മനസ്സിലാവും, ടെക്സ്റ്റേഴ്സ് മനസ്സിലാകും. വെയിറ്റ്, സാധനങ്ങൾ കയ്യിലെടുക്കുമ്പോൾ ആ ഫീൽ അവർക്ക് വരും. വെയിറ്റ്, ഒന്നിന് വെയിറ്റ് കൂടുതലായിരിക്കും, വെയിറ്റ് കുറവ്, ആ ഒരു ഇത് വരും. ഡയമെൻഷൻ, നല്ല ലെങ്ത് ഉള്ള ഒരു റോഡ് വെക്കുക, ലെങ്ത് കുറഞ്ഞൊരു റോഡ് വെക്കുക, അപ്പൊ ആ ഡയമെൻഷൻ, അപ്പൊ ആ ഒരു ലെങ്ത് ഡിഫറൻസ് അവർക്ക് മനസ്സിലാകും. പിന്നെ ഡിസ്ക്രിമിനേഷൻ, രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം മനസ്സിലാകുന്നു. പിന്നെ സ്മെൽസ്, ഡിസ്റ്റിങ്വിഷിങ് ബിറ്റ്വീൻ സ്മെൽസ് മനസ്സിലാവും. ഫ്ലവേഴ്സ് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും, അപ്പൊ ആ ഒരു സ്മെല്ല് ഇതെല്ലാം അവർ മനസ്സിലാക്കുന്നു. ടേസ്റ്റ് ചെയ്യും, സൗണ്ട് മനസ്സിലാക്കുന്നു, ചുറ്റും നടക്കുന്ന സൗണ്ട്, നാച്ചുറൽ ആയിട്ട് കേൾക്കുന്ന സൗണ്ട് എല്ലാം അവർ ശ്രദ്ധിക്കുന്നു. സൗണ്ട് ഇതെല്ലാം രണ്ടാമത്തെ ഏരിയയിൽ വരുന്നതാണ് സെൻസോറിയൽ, ആ ഏരിയയിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് മാത്തമാറ്റിക്സ്, മൂന്നാമത്തെ ഏരിയ ആണ്. അവിടെ എന്തൊക്കെ അവർ പഠിക്കും? മാത്തമാറ്റിക്സിൽ അവർ എന്തൊക്കെയായിരിക്കും മനസ്സിലാക്കുക? നമ്പേഴ്സ്. യെസ്, നമ്പേഴ്സ്. പിന്നെ addition, subtraction, addition, yes, subtraction, measurements, Shapes. yes, shapes, descending, ascending order, yes, correct. Counting അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതെല്ലാം അവര് മാത്തമാറ്റിക്സ് ഏരിയയിൽ മനസ്സിലാക്കുന്നു. ഓക്കെ, ഈ ലാംഗ്വേജ്, നെക്സ്റ്റ് ആണ് ലാംഗ്വേജ് വരുന്നത്. ലാംഗ്വേജ് വരുമ്പോൾ ശരിക്കും അവിടെ നമ്മൾ എഴുതി പഠിപ്പിക്കോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളായിട്ട് ഫോഴ്സ്ഫുള്ളി എഴുതി പഠിപ്പിക്കലോ ഒന്നുമില്ല. അവിടെ ഇൻ ബിറ്റ്വീൻ സംസാരിച്ച് അങ്ങനെയാണ് അവർ ലാംഗ്വേജ് ശരിയാക്കുന്നത്. ഓറൽ ലാംഗ്വേജ്. ഇവിടെ തന്നെ ജ്യോതിയൊക്കെ പറയണ്ടായി, നമ്മളിങ്ങനെ കുട്ടികളിങ്ങനെ അവർക്ക് ലാംഗ്വേജ് നല്ല പോലെ വന്നു, പക്ഷെ എഴുത്ത് കാര്യമായി വന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഒരു ഒബ്സർവേഷൻ ഡയറക്ടേഴ്സ് ആ ഒരു കുട്ടികൾ എഴുതുന്ന രീതിയിൽ അവർ തന്നെ അത് എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് അവിടെ വന്നുകൊണ്ടാണ് സംഭവിച്ചത്.
പിന്നെ ഫോണറ്റിക്സ്, ലെറ്റർ ഫോർമേഷൻ, സെന്റൻസ് സ്ട്രക്ചർ, ഇതെല്ലാം ഒരു ലാംഗ്വേജ് ഉണ്ട്. വോവൽസ് ആൻഡ് കൺസണൻസ്. ചിലപ്പോൾ ഏതെങ്കിലും ആക്ഷൻ സോങ്ങിലൂടെ ആയിരിക്കും അവർ വോവൽസ് പഠിക്കുന്നത്, അല്ലെങ്കിൽ കൺസണൻസ് പഠിക്കുന്നത്, അല്ലെങ്കിൽ സെന്റൻസ് മേക്കിംഗ് പഠിക്കുന്നത്. അതാണ് പറയുന്നത്, നിങ്ങൾക്ക് ഒരു തേർഡ് റെക്കോർഡ് വരുമ്പോൾ അതില് ഇല്ലസ്ട്രേറ്റീവ് റൈം ബുക്ക്, അതായത് റൈംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിൽ തന്നെ നമുക്ക് പല ഡിവിഷൻസ് ഉണ്ട്. നമ്പർ റൈംസ് ഉണ്ട്, പിന്നെ ആൽഫബറ്റ് റൈംസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ റൈംസ് അത് റിപ്പീറ്റഡ്ലി അവരെ കൊണ്ട് പാടിച്ച്, അല്ലെങ്കിൽ ആക്ഷനിലൂടെ അവർ ആ ഒരു സെന്റൻസ് മേക്കിംഗ് ഒക്കെ അതിൽ പഠിക്കും. പിന്നെ ചില സ്റ്റോറി വരുന്ന രീതിയിൽ റൈംസ് ഉണ്ടാക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യണം. കുട്ടികളുടെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്യുമ്പോൾ അവരൊരു സ്റ്റോറി റൈമിലൂടെ കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്പേഴ്സിനെ കുറിച്ച് അവർ റൈംസിലൂടെ മനസ്സിലാക്കുന്നു, ആൽഫബറ്റ്സിനെ കുറിച്ച് റൈംസിലൂടെ മനസ്സിലാക്കുന്നു. പിന്നെ ഗുഡ് മാനേഴ്സ്, ഹെൽത്തി ഹാബിറ്റ്സ്, അതിനെയൊക്കെ കുറിച്ചുള്ള റൈംസ് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് പഠിപ്പിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ആ റൈംസിലൂടെ അവർക്കത് കിട്ടുന്നു. അപ്പൊ അവർ അതിൽ നിന്ന് തന്നെ സെന്റൻസ് മേക്കിങ്ങും സെന്റൻസിന്റെ സ്ട്രക്ചേഴ്സും അവര് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും എല്ലാം, അങ്ങനെയുള്ള ലിറ്ററലി സ്കിൽസ് എല്ലാം വരുന്നത് ഈ ലാംഗ്വേജ് ഏരിയയിലാണ്. ഓക്കെ, നെക്സ്റ്റ് കൾച്ചർ വരും. കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ജോഗ്രഫി, ബോട്ടണി, സുവോളജി, സയൻസ്, ഹിസ്റ്ററി, മ്യൂസിക്, ആർട്ട്, ഇതെല്ലാം വരുന്നത് കൾച്ചർ ഏരിയയിലാണ്. അങ്ങനെ 5 കരിക്കുലം ഏരിയസ് ആണ്. കീ കരിക്കുലം ഏരിയസ് മോണ്ടിസോറിയിലെ: പ്രാക്ടിക്കൽ ലൈഫ്, സെൻസോറിയൽ, മാത്തമാറ്റിക്സ്, ലാംഗ്വേജ്, ദെൻ കൾച്ചർ. കുറച്ചുകൂടി നമ്മൾ ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ സഹിതം പറയുവാണെങ്കിൽ, പ്രാക്ടിക്കൽ ലൈഫ് ഒക്കെ എടുക്കുവാണെങ്കിൽ, പ്രാക്ടിക്കൽ ലൈഫിലാണ് നമ്മൾ പറഞ്ഞ ബട്ടണിങ്, സിബിങ് ഒക്കെ നമ്മൾ ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേന്നോ. അപ്പൊ ഇൻഡിപെൻഡൻസ് അവരിൽ ഉണ്ടാകുന്നു, കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നു, പല സ്കിൽസ്, സോഷ്യൽ സ്കിൽസ് അവരിൽ വരുന്നു. അപ്പം പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പല ആക്ടിവിറ്റീസും കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. നമ്മളിപ്പം വീട്ടിൽ കുക്ക് ചെയ്യണതാണെങ്കിലും, പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും, ക്ലോത്ത് ഫോൾഡ് ചെയ്ത് വെക്കുന്നതാണെങ്കിലും, പേപ്പർ മടക്കി അത് അല്ലെങ്കിൽ പേപ്പർ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കട്ട് ചെയ്യുന്നതാണെങ്കിലും, പച്ചക്കറി കട്ട് ചെയ്യുന്ന, അങ്ങനെ ഡെയിലി ലൈഫിന് അവര് മുതിർന്നവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ കുട്ടികൾ ഒബ്സർവ് ചെയ്യാറുണ്ട്, ചില ആക്ടിവിറ്റീസ്. അത് കുട്ടികളെ കൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ ഇൻഡിപെൻഡൻസ്, കോൺസെൻട്രേഷൻ, ഫൈൻ മോട്ടോർ സ്കിൽസ്, ഇതെല്ലാം അവരിൽ ഡെവലപ്പ് ചെയ്യുന്നു. സാധാരണയായിട്ടുള്ള പ്രാക്ടിക്കൽ ലൈഫിൽ വരുന്നത് ഫുഡ് പ്രിപ്പറേഷൻ, പിന്നെ ക്ലീനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഒരു എന്താ പറയാ, ഒരു കട്സി, കടപ്പാട്, പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരുമല്ലോ. പിന്നെ സ്പൂൺ യൂസ് ചെയ്ത് സ്പൂണിങ്, അതൊക്കെ അവർ പഠിക്കും. സ്പൂൺ യൂസ് ചെയ്യാനും, ഭക്ഷണം കഴിക്കാനാണ് സ്പൂൺ യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചായ വെക്കുമ്പോൾ അതിലേക്ക് ഇത്ര ഷുഗർ ഇടണം, അങ്ങനെ സ്പൂൺ യൂസ് ചെയ്യാൻ. സ്പൂൺ ചിലര് ചിലപ്പോ ഇങ്ങനെ കുത്തിയെടുത്ത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ കുറേയൊക്കെ പുറത്തു പോകും. ശരിയായ അളവിൽ സ്പൂൺ കൊണ്ട് എടുക്കാനായിട്ട് അതൊക്കെ നമുക്ക് പഠിപ്പിക്കാം. പിന്നെ ടോങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോൾഡ് ചെയ്യാൻ, എന്തെങ്കിലും എടുക്കാൻ, പിക്ക് ചെയ്യാൻ. പിന്നെ അതുപോലെ അവരുടെ തന്നെ ഹെയർസ് കറക്റ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അത് വരുന്നു. പിന്നെ സ്വീപ്പിംഗ്, തുടച്ച് ക്ലീൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വരുന്നത്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഇവരെ കൊണ്ട് ചെയ്യിക്കാവുന്ന ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ അവർ ചെയ്യുന്ന ചില എക്സാമ്പിൾസ് ആണ്. ബട്ടണിങ്, സിപ്പിങ്, വെൽക്കോം യൂസ് ചെയ്യുന്നത്, ലേസ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ക്ലോത്ത് ഫോൾഡ് ചെയ്ത് വെക്കുക, പിന്നെ ക്ലോത്ത് എന്തെങ്കിലും ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്യുക, ഏതെങ്കിലും ഏരിയ തുടച്ച് വൃത്തിയാക്കുക, തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം യൂസ് ചെയ്യുന്ന സ്വീപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എങ്ങനെ ക്ലീൻ ചെയ്ത് മാറ്റി വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കൽ ലൈഫിൽ വരും. നെക്സ്റ്റ് സെക്കൻഡ് ഏരിയ വരുന്നത് സെൻസോറിയൽ ആക്ടിവിറ്റീസ്. ഇത് അവരുടെ സെൻസസ് എല്ലാം യൂസ് ചെയ്യുവാണ്. സൈറ്റ്, കാഴ്ച, ടച്ച്, സൗണ്ട്, ടച്ച് ഉണ്ട്, പിന്നെ സൗണ്ട് കേൾക്കുന്നത്, പിന്നെ സ്മെല് ചെയ്യുന്നത്, ടേസ്റ്റ് ചെയ്യുന്നത്, പിന്നെ 5 സെൻസസ് ഉണ്ടല്ലോ, അത് അവർക്ക് കറക്റ്റ് ആയ രീതിയിൽ അവര് ഓർഗനൈസ് ചെയ്യാനായിട്ട് പഠിക്കും. അങ്ങനെ അവരുടെ യൂണിവേഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും ഈ 5 സെൻസസ് യൂസ് ചെയ്തിട്ട്. ഈ സെൻസ് അപ്പൊ അതിന് വേണ്ടിയിട്ട് സർട്ടൻ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കി വെക്കും. അവർ പല അതും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. ഡയമെൻഷൻസ്, പലതിന്റെ അളവുകൾ, അങ്ങനെ ലെങ്ത് ആണെങ്കിൽ ലെങ്ത്, വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ്, കളർ മനസ്സിലാകും, ഷേപ്പ് മനസ്സിലാകും, പിന്നെ സ്മെൽസ് മനസ്സിലാകും,
ടേസ്റ്റ്, സൗണ്ട്, ഇതെല്ലാം ഇവര് സെൻസോറിയൽ ഏരിയയിലാണ് അതിനെപ്പറ്റി അവര് കൂടുതൽ അറിയുന്നത്. പിന്നെ സെൻസോറിയൽ ഏരിയ പലപ്പോഴും മറ്റുള്ള ഏരിയയിലെ പലതും പ്രിപ്പയർ ചെയ്യാനായിട്ട് കുട്ടികൾ, അതായത് മാത്സ് ആണെങ്കിലും പിന്നെ ലാംഗ്വേജ്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. പിന്നെ ജോമെട്രി, നമ്മൾ കൂടുതലും ജോമെട്രിയിൽ എന്താ ഷേപ്സ് ഒക്കെ അല്ലേ, ട്രയാങ്കിൾ അങ്ങനെയൊക്കെ, അത് നമ്മൾ സെൻസോറിയൽ ഏരിയയിൽ ചില ആക്ടിവിറ്റീസ് ചെയ്യിക്കുമ്പോൾ ആ ജോമെട്രിയിലെ പലതും, അതായത് ഇപ്പൊ ട്രയാങ്കിൾ ഷേപ്പിലുള്ള എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്ത് വലിയ ട്രയാങ്കിൾ ആക്കുക, അല്ലെങ്കിൽ പല ഷേപ്സ് കൊടുത്തിട്ട് അതിനെ വലിയൊരു റെക്ടാങ്കിൾ ആക്കുക, സ്ക്വയർ ആക്കുക എന്നൊക്കെ പറഞ്ഞു. അത് കറക്റ്റ് മാത്സിലെ ജോമെട്രി എന്നുള്ള ഏരിയയിലേക്കാണല്ലോ പോകുന്നത്. അപ്പൊ അങ്ങനെ സെൻസോറിയൽ ഏരിയ വെച്ചിട്ട് മറ്റു പല ഏരിയയിലും ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റും. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്, അതൊക്കെ ഇനി മെറ്റീരിയൽസിൽ വീണ്ടും വരും, നമ്മളുടെ പ്രാക്ടിക്കൽ ബുക്കിലും നമ്മൾ എഴുതും കേട്ടോ. പിങ്ക് ടവർ, കളർ ബോക്സ്, ജോമെട്രിക് സോളിഡ്സ്, അതായത് ഈ കുട്ടികൾ ജനിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ചില ഇങ്ങനെ ഹൈറ്റ് ഉള്ള ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കില്ലേ, റിങ് ഉള്ളത്, ഇങ്ങനെ ഹൈറ്റ് ഉള്ള ഒരു റോഡ് പോലെ നടുക്കുണ്ടാകും. ആദ്യം വലിയ റിങ്, ബേസിലേക്ക് വലിയ റിങ് ഇടും, അതിന്റെ മുകളിൽ അതിന്റെ അടുത്ത സൈസ് ഉള്ളത്, അതിന്റെ മുകളിൽ അങ്ങനത്തെ ഒരു ടോയ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതൊക്കെ ഈ ശരിക്കും ഈ മോണ്ടിസോറി മെറ്റീരിയലായിട്ടുള്ള അതുപോലെ തന്നെ നമുക്കുള്ളതാണ് പിങ്ക് ടവർ. പിങ്ക് ഷേപ്പില് ടവർ പോലെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ശരിക്കും കുട്ടിക്ക് ഈ മറ്റേ റിങ് ഇടുമ്പോൾ നമ്മൾ കുട്ടികളെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ, നമ്മൾ ചെയ്തു കൊടുക്കരുത്. ചെറിയ കുട്ടികളൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാം, ചിലപ്പോൾ അവർ ആദ്യം ഇടേണ്ടതായിരിക്കില്ല ഇടുന്നത്, വേറെ ഇടും. അപ്പൊ അടുത്തത് ഇടുമ്പോഴേക്കും ഇവർക്ക് തമ്മിൽ നോക്കുമ്പോൾ മനസ്സിലാകും എന്തോ ഒരു മാച്ച് അല്ലാന്ന്. പിന്നെ അവര് തിരിച്ചെടുത്തിട്ട് വീണ്ടും ചെയ്യും. അങ്ങനെ പല പ്രാവശ്യം ചെയ്ത് കറക്റ്റ് ആക്കി കഴിയുമ്പോഴേക്കും അവരുടെ മുഖത്ത് ആ ഒരു സന്തോഷം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. കാരണം വീട്ടിൽ മോൾ കുഞ്ഞായിരുന്നപ്പോ അതുണ്ടായിരുന്നു. അപ്പൊ അവളത് ആദ്യമൊന്നും കറക്റ്റ് ആവില്ല, ആദ്യം ഏറ്റവും ചെറുത് ചിലപ്പോൾ ഇടുമായിരിക്കും, ചിലപ്പോ അതങ്ങ് താഴേക്ക് പോവില്ല. കാരണം ആ ഉള്ളിലുള്ള റോഡിന് താഴേന്ന് ഇങ്ങനെ വണ്ണം കൂടിയിട്ട് മുകളിലെത്തുമ്പോൾ വണ്ണം കുറഞ്ഞാ വരുന്നത്. കാരണം നമ്മൾ ആ ഇടുന്ന റിങ്ങിന്റെ ഡയമീറ്റർ അനുസരിച്ചാണ് ഈ റോഡിന്റെ ഷേപ്പ് വരുന്നത്. അപ്പൊ അങ്ങനെ അവരിത് ചെയ്യുമ്പോഴേക്കും താഴേക്ക് പോവാതാകുമ്പോൾ അവരത് എടുത്തു മാറ്റിയിട്ട് അടുത്ത ഇട്ട് നോക്കും, അതും താഴേക്ക് പോവാതാകുമ്പോൾ അങ്ങനെ നോക്കി കറക്റ്റ് ആക്കി അവർ വെക്കുന്ന കാണാം. അങ്ങനെയുള്ളത്. പിന്നെ കളർ ബോക്സ്, പല കളേഴ്സ് വരുന്നത്. പിന്നെ ജോമെട്രിക് സോളിഡ്സ്, കുറച്ചും ഞാൻ പറഞ്ഞില്ലേ ക്യൂബ്, ക്യൂബോയിഡ്, അങ്ങനത്തെ ഷേപ്പ് ഒക്കെ ഉണ്ടല്ലോ, ക്യൂബ്, ക്യൂബോയിഡ്, പിന്നെ പ്രിസം പോലത്തെ നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, അങ്ങനത്തെ ഷേപ്സ് ഉണ്ടാകും. അങ്ങനെ കുറെ സാധനങ്ങൾ ഈ സെൻസോറിയൽ ഇതില് മെറ്റീരിയൽസിൽ ഉണ്ടാവും. അത് വെച്ചിട്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കും. നെക്സ്റ്റ് വരുന്ന ഏരിയ, അത് നമ്മള് പ്രാക്ടിക്കൽ ലൈഫ് പറഞ്ഞു, സെൻസോറിയൽ പറഞ്ഞു, മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിനകത്ത് മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൗണ്ടിങ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നു പറഞ്ഞു. അവർ കൗണ്ട് ചെയ്യാൻ പഠിക്കും, പിന്നെ നമ്പേഴ്സ് മാച്ച് ചെയ്യാനായിട്ട് പഠിക്കും, ക്വാണ്ടിറ്റി മനസ്സിലാക്കും, പിന്നെ സിംപിൾസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അത് മോണ്ടിസോറി മെറ്റീരിയൽസ്, അത് പഠിക്കാനുള്ള മോണ്ടിസോറി മെറ്റീരിയൽസും ഉണ്ട്. നമുക്കറിയാം 0 തുടങ്ങി 9 വരെയുള്ള ഡിജിറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് ഏത് നമ്പർ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ന്യൂമറൽസും കൗണ്ടേഴ്സും ഉണ്ടായിരിക്കും. പിന്നെ ഈ ബീഡ്സ്, പണ്ടത്തെ സ്ലേറ്റിൽ ഇങ്ങനെ ബീഡ്സ് ഇല്ലേ, പണ്ട് കാലത്ത് സ്ലേറ്റ് കണ്ടിട്ടില്ലേ, ആദ്യത്തെ ഒരു കമ്പിയിൽ ഒരു ബീഡ്, അടുത്തതിൽ 2, പിന്നെ 3, നമ്മുടെ അബാക്കസിന്റെ ഏതാണ്ട് ഒരു പഴയ ഒരു വേർഷൻ പോലെ. അപ്പൊ അങ്ങനെയുള്ള ബീഡ്സ് ഉള്ള ഒരു എക്യുപ്മെന്റ് ഉണ്ടാവും, ഒരു മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. പിന്നെ അങ്ങനെ നമ്പേഴ്സ് വരുന്ന പല ബോർഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. ഞാനിത് നമുക്ക് മെറ്റീരിയൽസും വരുന്നുണ്ട്. പ്രാക്ടിക്കൽ ഏരിയയിൽ ആ പ്രാക്ടിക്കൽ ബുക്ക് എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഈ ഓരോ മെറ്റീരിയൽസിന്റെ പിക്ചർ സഹിതം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന്റെ നോട്ട്സ് എഴുതും. ഓക്കെ, ഇത് ഇനി നമുക്ക് വരും അടുത്ത ഒരു പാർട്ടില്. പ്രാക്ടിക്കൽ ഏരിയ ഞാൻ പറഞ്ഞില്ല, ഒരു റെക്കോർഡ് എഴുതാൻ നിങ്ങൾ ക്ലാസ്സിൽ കയറുമ്പോൾ റെഡി ആയിട്ട് വന്നിരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. ബാക്കി പണികളൊക്കെ മാറ്റി വെച്ചിട്ട്, കാരണം നമ്മൾ ക്ലാസ്സിനൊപ്പം ആ റെക്കോർഡും കംപ്ലീറ്റ് ചെയ്ത് പോകും, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഏരിയ ലാംഗ്വേജ്. അവരുടെ വൊക്കാബുലറി ബിൽഡ് ചെയ്യുക, പിന്നെ ലാംഗ്വേജ്, അണ്ടർസ്റ്റാൻഡിങ് ദ ലാംഗ്വേജ്, അങ്ങനെ. പിന്നെ അതിനൊപ്പം തന്നെ റീഡിങ്, റൈറ്റിങ്ങിനുള്ള സ്കില്ല്, സംസാരിക്കാൻ ഓറൽ ലാംഗ്വേജിനുള്ള സ്കില്ലെല്ലാം ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ അതിനും വേണ്ടുന്ന മെറ്റീരിയൽസ് മോണ്ടിസോറി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലെറ്റേഴ്സ് ഉണ്ട്, പിന്നെ ലെറ്ററിന്റെ സൗണ്ട്സ് മനസ്സിലാക്കാൻ ഫോണറ്റിക്സ് വഴി ചില സ്കൂളുകളിൽ ഫോണറ്റിക്സ് അവരുടെ ആ ഒരു സിലബസിന്റെ ഒപ്പം. അപ്പൊ നമ്മളിപ്പോ പുറത്ത് പോയി ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിൽ കുറച്ച് അവേഴ്സ് അവര്
ഫോണിറ്റിക്സ് നമ്മൾ പഠിപ്പിച്ചു തരും. അങ്ങനെയൊക്കെ പലരും ഫോണിറ്റിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. കാരണം ഫോണിറ്റിക്സും കൂടെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്കൊരു എണ്ണത്തിന്റെ ഒരു വേർഡ്, ഒരു ലെറ്ററോ വേർഡോ എന്തെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ സ്പെല്ലിംഗ് മനസ്സിലാവുന്നതാണ് പറയുന്നത്. പിന്നെ ലെറ്റർ ഐഡന്റിഫിക്കേഷൻ, അത് വെച്ചിട്ട് ആ ലെറ്റേഴ്സിന് അപ്പം നമുക്ക് എ തുടങ്ങി Z വരെയുള്ള നമുക്ക് ലെറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് തന്നെ നമുക്ക് ചിലപ്പോൾ മൾട്ടിപ്പിൾസ് ആയിട്ട് നമ്മൾ കുറെ വെക്കും, പേര് തന്നെ കുറെ ഉണ്ടാവും, അങ്ങനെ. കാരണം അത് വെച്ചിട്ട് കുട്ടികൾക്ക് ഒരു വേർഡ് ഉണ്ടാക്കാനും സെന്റൻസ് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് പറ്റും. ഇപ്പം APPLE, അപ്പം ആപ്പിൾ എന്ന് പറയുമ്പോൾ അത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് വെച്ചിട്ട് ആ വേർഡ് ഉണ്ടാക്കണം. അപ്പൊ P എന്നുള്ള ലെറ്ററും ചില ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് അധികം വരണമല്ലോ, എല്ലാം ഓരോന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേർഡ് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് കൂടുതൽ ഉണ്ടാകും മെറ്റീരിയൽസ്. അതിനെ കമ്പൈൻ ചെയ്ത് വെക്കുക, സിമ്പിൾ സെന്റൻസസ് ഉണ്ടാക്കുക, പിന്നെ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ, എങ്ങനെ ഒരു പെൻസിൽ ഹോൾഡ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ സ്കിൽസും ഡെവലപ്പ് ചെയ്യുന്നു ഇവരുടെ ഈ ഒരു ഏരിയയിൽ അവർ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും. ഞാൻ സാൻഡ് പേപ്പറിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? നമ്മൾ സാൻഡ് പേപ്പറിൽ 0 തുടങ്ങി 9 വരെയുള്ള നമ്പേഴ്സും A തുടങ്ങി Z വരെയുള്ള ലെറ്റേഴ്സ് ക്യാപിറ്റലും സ്മോൾ ലെറ്റേഴ്സും എഴുതിയിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതൊരു കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ടച്ച് ചെയ്ത്, അത് അവരുടെ ടച്ച് സെൻസ് വെച്ചിട്ട് അവർ, കാരണം സാൻഡ് പേപ്പർ ആകുമ്പോൾ ഒരു റഫ്നെസ് ഉണ്ട്. അപ്പൊ ആ എഴുതിയിരിക്കുന്ന ചുമ്മാ ഒരു കാർഡ്ബോർഡില് ഏതെങ്കിലും കളർ പെൻസിലോ സ്കെച്ചോ മാർക്കറോ വെച്ചിട്ട് ഏന്ന് എഴുതുന്നതും സാൻഡ് പേപ്പർ കൊണ്ട് ലെറ്റർ ഉണ്ടാക്കിയിട്ട് അതൊരു കാർഡ്ബോർഡിൽ ഒട്ടിക്കുന്നതും തമ്മില് കുട്ടികൾ ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ അവർ ഫീൽ ചെയ്യുന്നത് ഏതായിരിക്കും? സാൻഡ് പേപ്പർ സാൻഡ് പേപ്പർ വെച്ചിട്ടല്ലേ. അപ്പൊ അവർക്ക് അവരുടെ ചെറിയ വിരൽ അതിൽ ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു സെൻസ് നല്ലതുപോലെ അവരുടെ ബ്രെയിനിലേക്ക് ചെല്ലും. അപ്പൊ അവരെന്ത് ചെയ്യും? ആ റഫ് ആയിട്ടുള്ള ഭാഗത്തോട് വീണ്ടും വീണ്ടും അവർ വിരൽ ഓടിക്കും. അപ്പൊ അവരുടെ റൈറ്റിംഗ് സ്കിൽ, അത് എഴുതാനായിട്ടുള്ള ഇത് അവരിൽ ഇംപ്രൂവ്ഡ് ആവും. അപ്പൊ ആ ഷേപ്പിൽ തന്നെ എഴുതാൻ, അപ്പൊ അതിൽ ടച്ച് ചെയ്ത് മറ്റേ വിഷൻ ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരെ ബ്രെയിനിൽ യൂസ് ചെയ്യില്ലേ, അവർ ടച്ച് ചെയ്തിട്ടില്ലേ, അപ്പൊ ആ ടച്ച് സെൻസ് നല്ല രീതിയിൽ തന്നെ അവരിൽ വർക്ക് ചെയ്യും. നമുക്കും ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സും സാൻഡ് പേപ്പർ നമ്പേഴ്സും. പിന്നെ മൂവബിൾ ആൽഫബറ്റ്സ് ഇങ്ങനെ കുട്ടികൾക്ക് നമ്മളും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെ ആൽഫബറ്റ്സിന്റെ കുറെ ബ്ലോക്ക് പോലുള്ള സാധനങ്ങൾ അല്ലെ, അത് ഈ കാരണം എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് അവർക്ക് ഇങ്ങനെ വേർഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽഫബറ്റ്സ് ആണെങ്കിൽ നമുക്കൊരു വേർഡ് ഉണ്ടാക്കുക എളുപ്പമായിരിക്കില്ല. അതിങ്ങനെ ഇളക്കി, ഇതിപ്പോ ഒരു വലിയൊരു ബോർഡിനകത്ത് ഇങ്ങനെ ആൽഫബറ്റ്സ് ഇങ്ങനെ ഫിക്സ് ഇങ്ങനെ വെച്ചിരിക്കാൻ നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റുന്ന ഒരിതാണെങ്കിൽ അതെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള വേർഡ് ഉണ്ടാക്കിയിട്ട് തിരിച്ചവർ വെക്കുമ്പോൾ ആ ഓർഡറിൽ തന്നെ അവർ ആ ബോക്സിൽ ഫിക്സ് ചെയ്ത് വെക്കും. ആ രീതിയിൽ നമുക്ക് ചെയ്ത് വെക്കാം എന്ന കാര്യം. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കരിക്കുലം മനസ്സിലായിട്ടുണ്ട്. കരിക്കുലം ഒരെണ്ണം കൂടി ഉണ്ട്, കൾച്ചറും കൂടി ഉണ്ട്. അതിന്റെ എന്തുകൊണ്ട് മെറ്റീരിയൽസ് അത് യൂസ് ചെയ്യണമെന്ന് മനസ്സിലായോ? ഇങ്ങനെ 5 ഏരിയാസ് സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയില്ലേ? നെക്സ്റ്റ് കൾച്ചർ ആണ് വരുന്നത്. കൾച്ചർ അതിൽ വൈഡ് റേഞ്ച് ഓഫ് സബ്ജക്ട്സ് ആണ്. നിങ്ങൾക്ക് അവിടെ മ്യൂസിക് വരാം, ആർട്ട് വരാം, പടം വരയ്ക്കുന്നത് വരാം, ഡാൻസ് വരാം, പിന്നെ കുട്ടികളെ ജോഗ്രഫി ഗ്ലോബൊക്കെ നമുക്ക് കുട്ടികളെ കാണിക്കാം. അപ്പൊ അവർക്ക് ചിലപ്പം ചില ആഗ്രഹം ഉണ്ടാവും, ഓരോ സ്ഥലം എവിടെയാന്നുള്ളത് ആ ഗ്ലോബ് തിരിച്ച് അവർക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ആ ജോഗ്രഫി ആ ഒരു ഇത്, ഇപ്പൊ ഇന്ത്യ ഈ ഒരു ഭാഗത്താണെങ്കിൽ ഇവിടെ നിന്ന് എവിടെയായിട്ട് ഇപ്പൊ അമേരിക്ക വരും, അല്ലെങ്കിൽ അങ്ങനെ ഓസ്ട്രേലിയ, അല്ലെങ്കിൽ ശ്രീലങ്ക, അങ്ങനെയൊക്കെ അവർക്ക് അറിയാനുള്ള അവര് ചോദിക്കും ഓരോ കൺട്രി എവിടെയാണ്. അപ്പൊ അവര് വീട്ടിൽ ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ അപ്പം അവരുടെ അങ്കിൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെവിടെയാന്ന് അറിയാനുള്ള, അപ്പൊ ഇവിടെ ആയിരിക്കും എന്റെ അങ്കിൾ എന്നുള്ള രീതി, അങ്ങനെയൊക്കെ അവരുടെ ഒരു ഫീൽ അവർ പുറത്തേക്ക് കാണിക്കുമല്ലോ. ജോഗ്രഫി, പിന്നെ ബോട്ടണി, സുവോളജി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു ഗാർഡൻ ഉണ്ടായിരിക്കും, അത് ഗാർഡൻ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് കുട്ടികളെ ശീലിപ്പിക്കുകയും ചെയ്യുന്നു. സുവോളജി, സയൻസ്, ഹിസ്റ്ററി, മ്യൂസിക് ആൻഡ് ആർട്ട്. അപ്പൊ അവർക്ക് അവരുടെ വേൾഡ്, അവരുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച്, ഇപ്പൊ എവിടെയാണോ, ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ, US അങ്ങനെ, ജപ്പാൻ ആണെങ്കിൽ അങ്ങനെ, ചൈന ആണെങ്കിൽ, അപ്പൊ അവരുടെ ഒരു ഈ കൾച്ചറൽ ഏരിയ എന്ന് പറയുമ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി അതിലുള്ള ആ ഒരു കൾച്ചറിനെ കുറിച്ചുള്ള ഒരു സെൻസ് അവർക്ക് കിട്ടും.
അപ്പൊ വേറെ സ്ഥലങ്ങളിലും വേറെ ഒരു വ്യത്യസ്തമായ ഒരു കൾച്ചർ ആയിരിക്കും. അപ്പൊ അതിനോടുള്ള ഒരു റെസ്പെക്ട് നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചു വരുന്നത്. പല കൾച്ചറിലുള്ളതും നമ്മളൊന്ന് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും. ഇപ്പൊ ഈവൻ നമ്മളുടെ നാട്ടിൽ തന്നെ കേരളത്തിലൊക്കെ തന്നെയാണെങ്കിൽ തന്നെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഡിഫറെന്റ് കൾച്ചർ ആയിരിക്കും. ഭക്ഷണ കാര്യത്തിലും അല്ലാതെ പല രീതിയിലും, പിന്നെ ഡ്രസ്സിങ്, അങ്ങനെയൊക്കെ കൾച്ചർ ഡിഫറൻസ് ത്രൂ ഔട്ട് പല ഏരിയയിലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് പല കൾച്ചറുമായിട്ടുള്ള ആ ഒരു വ്യത്യാസം, ഡൈവേഴ്സിറ്റി മനസ്സിലാകും. അപ്പൊ അതിനോടുള്ള ഒരു റെസ്പെക്റ്റും അവർക്ക് വരും. പിന്നെ മ്യൂസിക്, ആർട്ട്, അതിനെയെല്ലാം അവർ അപ്രീഷിയേറ്റ് ചെയ്യും. അങ്ങനെ അവരിലെ പല ഏരിയയിലുമുള്ള ഒരു അവയർനെസ് അവർക്ക് കിട്ടും. പിന്നെ ഇതിനു വേണ്ടിയിട്ട് അവർക്ക് ഗ്ലോബ് യൂസ് ചെയ്യാം, മാപ്പ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളുടെ ലൈഫിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ലൈക്ക് ബർത്ത്, അങ്ങനെ ഓരോരോ ഏജ് ഡിഫറൻസ് അതൊക്കെ കാണിക്കുന്ന, ലൈഫ് സൈക്കിൾ കാണിക്കുന്ന പല കാര്യങ്ങളുടെ പിക്ചേഴ്സ് കാണാം, അതിന്റെ ആക്ടിവിറ്റീസ് കാണിക്കാം. ഒരു ഫാമിംഗ് നടത്തുവാണ്, നമുക്കറിയാം കൃഷി ചെയ്യണമെങ്കിൽ പല പല സ്റ്റെപ്സ് ഉണ്ട്. അതിന്റെ കുറെ സ്റ്റെപ്സ് കാണിക്കുന്ന ഒരു പിക്ചർ ഉണ്ടെങ്കിൽ അവർക്കറിയാം ആദ്യം ഇത് ചെയ്യണം, ലാൻഡ് നല്ലപോലെ ഫ്ലോ ചെയ്യണം, ലാൻഡ് സോയില് നല്ലപോലെ എന്താ പറയാ ഉറച്ചു കിടക്കുകയാണെങ്കിൽ അതിനെ ലൂസൺ ചെയ്യണം. അത് കഴിഞ്ഞ് വിത്ത് വിതയ്ക്കണം. പിന്നെ അതിനുശേഷം അതിന് വേണ്ടുന്ന വെള്ളം ഇറിഗേഷൻ ചെയ്യണം. അത് മാത്രമല്ല മാനുവർ വളങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ വളങ്ങൾ കൊടുക്കണം. പിന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ചില പ്രാണികൾ വന്ന് അതിനെ ഉപദ്രവിക്കും. അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ കറക്റ്റ് സമയമാകുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്യണം. ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ ഗോഡൌൺ വേണം. അങ്ങനെയൊക്കെ ഒരു ഐഡിയ കുട്ടികളിൽ വരണം, ഇങ്ങനെ ഓരോ പ്രോസസ്സ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ മനുഷ്യൻ ജനിച്ച ഉടനെ ഏതൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫുഡിന് എന്തൊക്കെ സംഭവിക്കുന്നു, അങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു പിക്ചറോ ചാർട്ടോ ഒക്കെ കാണുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അത് ഞാൻ ഭക്ഷണം കഴിച്ചാൽ അതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്. പിന്നെ പല്ല് തേച്ചില്ലെങ്കിൽ അണുക്കള് അങ്ങനെ രാത്രി ഉറങ്ങുമ്പോൾ പല്ലിന്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കും, പല്ല് കേടാക്കും. അങ്ങനെയൊക്കെയുള്ള പിക്ചർ രീതിയിലൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. പിന്നെ കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അണുക്കൾ ബോഡിയിലേക്ക് വരില്ല, അത് മുഴുവൻ നശിച്ചു പോകും. ആ രീതിയിലുള്ള പിക്ചേഴ്സ് കാണിക്കാം. അങ്ങനെ എന്തൊക്കെ രീതിയിലുള്ളത് കാണിക്കുമ്പോഴും ഇവർ അതിലൂടെ അവർക്ക് അവയർനെസ് കൂടുന്നു, അവർ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മളുടെ 5 ഏരിയ കരിക്കുലം, മോണ്ടിസോറി കരിക്കുലത്തിൽ വരുന്ന 5 ഏരിയാസ്. ഈ ഏരിയയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് മറിയ മോണ്ടിസോറി മെറ്റീരിയൽസിനെ ഡിസൈൻ ചെയ്തത്. ഓക്കെ, അപ്പം ഡിസൈൻ ചെയ്ത സമയത്ത് കുറെ നമ്പർ ഉണ്ടായിരുന്നു കാണും. പക്ഷെ ഇപ്പൊ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ വ്യത്യസ്ത രീതിയിലല്ലേ, അതിനനുസരിച്ച് മെറ്റീരിയലിന് കുറെയൊക്കെ വ്യത്യാസം വന്നിരിക്കാം. പക്ഷെ ബേസിക് ആയിട്ട് ആ ഉണ്ടായിരുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ മിക്ക മോണ്ടിസോറി സ്കൂളുകളിലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി നമുക്ക് മെറ്റീരിയൽസിലേക്ക് പോവാം. ഇത് ക്ലിയർ ആയില്ലേ? 5 ഏരിയാസ് ഓർമ്മയുണ്ടല്ലോ. ഞാൻ നാളെ തന്നെ ലിങ്ക് അയച്ചിട്ടേക്കാട്ടോ. ഇനിയിപ്പോ നിങ്ങൾ വായിക്കണം. ഞാൻ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ. സോ നമ്മളിത് വായിച്ചും തോന്നുന്നു. എന്നാൽ നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം ആ ഒരു പാരഗ്രാഫ്. സോ ആരാ വായിക്കാം ഈ ഒരു പാരഗ്രാഫ്? Yes. Dr. Montessori detected through her studies the kinds of things children enjoy and hold their attention. This is the basis of creating fascinating, self-correcting materials for children to learn and explore. Children are introduced to the materials in a careful presentation. The lesson is given slowly and processively to the child. The child is able to observe carefully without disruption. The discernible steps are the order to increase understanding and success. When the child uses the materials later, point of interest are shown to attract the child's attention. Alteration and
expansions are given to each lesson building upon fundamentals. Their aim is not an external one of teaching children skills or offering knowledge through correct usage. Rather, the aim is an internal one of assisting the child self construction and uh, Vaitic development. ഓക്കെ സത്യ, താങ്ക് യു. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് ഈ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് മോണ്ടിസോറി മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിക്കാനോ അങ്ങനെ അവരിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് അവരെ നിർബന്ധിതമാക്കിയിട്ട് ചെയ്യിക്കാനുള്ള രീതിയിലല്ല, അവരിൽ സെൽഫായിട്ട് തന്നെ അത് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. അതിന്റെ കറക്റ്റ് യൂസേജ് അതിന്റെ എന്ന് പറയുന്നത് കുട്ടികൾ അവരെ തന്നെ സെൽഫായിട്ട് അസിസ്റ്റ് ചെയ്ത് സെൽഫായിട്ട് അവരുടെ ഒരു മെന്റൽ ഡെവലപ്മെന്റ്, സൈക്കിക് ഡെവലപ്മെന്റ് ഫോം ചെയ്യണം എന്നാണ് പറയുന്നത്. അവരത് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആ രീതിയിലാണ് അവർ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ലെസൺ നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ 40 മിനിറ്റ്സ് ക്ലാസ് ടൈം ഉണ്ട്. ടീച്ചർക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും, 40 മിനിറ്റ്സ് കൊണ്ട് ഇത്ര പോർഷൻ എനിക്ക് തീരണം. അങ്ങനെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല മോണ്ടിസോറി മെത്തേഡിൽ നടക്കുന്നത്. ശരിക്കും അത് കെയർഫുൾ ആയിട്ട് വളരെ സ്ലോലി ആയിട്ട് പ്രിസൈസ് ആയിട്ടായിരിക്കും കുട്ടികളുടെ മുന്നിൽ ഓരോന്നും അവതരിപ്പിക്കുന്നത്. കുട്ടികൾക്ക് സമയം കിട്ടുവാണ് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്ത് കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്ത് യാതൊരു തടസ്സവും അവരുടെ ഒബ്സർവേഷനിൽ നമ്മൾക്ക് ഒരു തടസ്സം വരുത്തരുത്. ഞാൻ പറഞ്ഞില്ലേ, ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് സാറ് പറയായിരുന്നു, കുട്ടികൾ അറിയരുത്, അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രീതിയിൽ ഒബ്സർവ് ചെയ്ത് കുട്ടികൾ അവിടെ ഇരുന്ന് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാവും. കാണാൻ വരുന്ന ആൾ ആ വരാന്തയിലൂടെ കണ്ട് അങ്ങനെ പോകും. കുട്ടികൾ ചിലപ്പോൾ ശ്രദ്ധിക്കുക പോലുമില്ല. അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നേ, ഇതിങ്ങനെയാ ചെയ്യണേ, ആ രീതിയിലുള്ള ഡിസ്ട്രപ്ഷൻ ഒന്നും നമ്മൾ വെക്കരുതെന്നാണ് ശരിക്കും പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാൻ ആരെങ്കിലും റെഡി ആണെങ്കിൽ ഒന്ന് ചെയ്തോളൂ കേട്ടോ. ഞാൻ വായിക്കാമോ? വായിച്ചു. അത് പോയാണ്. എന്തോ? ഓക്കെ ഓക്കെ, സ്ക്രോൾ ചെയ്ത് കാണുന്നുണ്ടായില്ല. ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അതും അടുത്ത പാരഗ്രാഫും കൂടെ ഒന്ന് വായിക്കണേ, താഴെയുള്ളത്. അതാവുമ്പോ ഞാൻ കുറച്ചുകൂടെ ഒന്ന് സ്ക്രോൾ ചെയ്തേ. Okay, ma'am. The first essential for the child's development is concentration. He must find out how to concentrate, and for this he needs things to concentrate upon indeed. It is just here that the importance of our school really lies. They are places in which the child can find the kind of work that permits him to do this. Mr. Paragraph 11. വായിച്ചു. The materials must aid the internal formation of the child. The materials must coincide with the child's innate needs. This means that materials must be presented at the right moment of the child's development. Montessori suggested age levels for introducing each material to the child. However, the sensitive period for the introduction of the material must be determined by the observation. കുട്ടികൾക്ക് ശരിക്കും കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ സെൽഫ് കൺട്രോൾ, ഇതെല്ലാം ഈ പ്രാക്ടീസിലൂടെ കിട്ടുന്ന പറഞ്ഞിരുന്നു അല്ലെ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ ആ മോണ്ടിസോറി സ്കൂളിൽ പോയപ്പോൾ അവിടെ ഏറ്റവും ചെറിയായിട്ടൊരു കുഞ്ഞുണ്ടായിരുന്നു. ആക്ച്വലി അതിന് 3 years ആയിട്ടില്ല. പക്ഷെ അങ്ങനെ കൊണ്ടുവന്നാക്കിയത് ഒരു 2.5 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സിന്റെ അടുത്തുനിന്ന് അത്രയും ടൈം മോർണിംഗ് ടു ഈവനിങ് അതവിടെ ഇരിക്കും. അപ്പൊ അതിന്റെ ഒരു ഭയങ്കര ഒരു ചില സമയത്ത് നല്ല മൂഡായിരിക്കില്ല കുട്ടി. നമ്മൾ ആര് ചെന്നാലും അത് ഭയങ്കര ഒരു വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിനെ വെറുതെ വിടും. അപ്പോ ചിലപ്പം അതിന് ചിലപ്പോൾ ബോള് കളിക്കാനായിരിക്കും താല്പര്യം. ബോള് കളിക്കാന്ന് പറഞ്ഞാൽ ഓടിച്ചാടി ബോള് കളിക്കുകയല്ല, അതിരിക്കും. ഓപ്പോസിറ്റ് ആരെങ്കിലും ഇരിക്കണം, ബോൾ ഇങ്ങനെ ഉരുട്ടി വിടും, നമ്മളത് പിടിക്കണം, നമ്മളും പതുക്കെ ഉരുട്ടി അതിൻ്റെ അടുത്ത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കുമ്പോൾ അടുത്ത ആക്ടിവിലേക്ക് പോകും. അപ്പൊ നമ്മൾ ആ രീതിയിൽ ആ കുഞ്ഞിന് സ്പേസ് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ ആളുടെ നീഡ് എന്താണ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ എന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷെ കുറച്ചൊരു വലിയ കുട്ടികളാകുമ്പോൾ നമുക്കൊന്ന് ഗൈഡ് ചെയ്യാം. ജസ്റ്റ് അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ബ്ലോക്കിംഗ് വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ചില ആക്ടിവിറ്റീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, പക്ഷെ ബ്ലോക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഗൈഡ് ചെയ്യാം. അതേസമയം ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ടും ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ അവരെന്താണോ അപ്പൊ അവർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിലേക്ക് അവരുടെ ഒപ്പം നമ്മൾ ചെന്ന് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുട്ടികൾക്ക് എന്താണോ ആ ഒരു സമയത്ത് ചെയ്യാനായിട്ട് ദാറ്റ് കൈൻഡ് ഓഫ് വർക്കിനെ അവര് പെർമിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കുട്ടിയുടെ ഇന്റേണൽ ഫോർമേഷനെ അത് ഹെൽപ്പ് ചെയ്യും ഈ മെറ്റീരിയൽസ്. അതിനുള്ളൊരു എയ്ഡാണ്, ഒരു ടൂളാണ് ശരിക്കും ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. കുട്ടിയുടെ ഇന്നർ നീഡ്സിനെ മീറ്റ് ചെയ്യുന്നു ഈ മെറ്റീരിയൽസ്. കുട്ടിയുടെ ഓരോ ഡെവലപ്മെന്റിനനുസരിച്ച് ഇപ്പൊ ആ ചെറിയ 2.5 വയസ്സുള്ള കുട്ടിയുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവന്റെ കയ്യിലൊരു പെൻസിൽ കൊടുക്കുവോ അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും കുറെ നേരം ഹോൾഡ് ചെയ്യേണ്ട എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവന് അത് പറ്റിയെന്ന് വരില്ല. ഓക്കെ, അവന് ചിലപ്പോൾ അത്രയും ഒരു 5 മിനിറ്റ്സ് ആയിരിക്കും അവനൊരു പക്ഷെ ബോൾ കളിക്കുന്നത്, പിന്നെ അവൻ അവിടെ നിന്ന് എണീറ്റ് വേറെ എന്തെങ്കിലും പോയി എടുക്കും. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് ആ കുട്ടിയുടെ ഓരോ ഡെവലപ്മെന്റിനനുസരിച്ച് വേണം മെറ്റീരിയൽസും അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. മറിയ മോണ്ടിസോറി സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോ മെറ്റീരിയൽസും കൊടുക്കേണ്ട ഏജ് ലെവൽസ് മറിയ മോണ്ടിസോറി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 തുടങ്ങി 6 വരെ ഇയേഴ്സിലുള്ള കുട്ടികളുണ്ടെന്ന് നമുക്കറിയാം. മോണ്ടിസോറി പറഞ്ഞിട്ടുണ്ട് ഓരോ ഏജിലും ഏത് ആക്ടിവിറ്റി ഏത് മെറ്റീരിയൽ ആയിരിക്കും അവർക്ക് ഏറ്റവും പെർഫെക്റ്റ് എന്നുള്ളത്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അത് ഒബ്സർവേഷൻ. ചിലപ്പോൾ 3.5 ഇയേഴ്സിലൊരു കുട്ടിയും 4 ഇയേഴ്സിലൊരു കുട്ടിക്കും ചിലപ്പോൾ നമുക്ക് ഒബ്സർവേഷനിലൂടെ നമുക്ക് മനസ്സിലാവും ആ 4 ഇയേഴ്സുകാരന് കൊടുത്ത അതേ ആക്ടിവിറ്റി നമുക്ക് ഈ 3.5 വയസ്സുകാരനും കൊടുക്കാൻ പറ്റും. നമുക്ക് ആ ഒരു ഒബ്സർവേഷനിലൂടെ. ചില കുട്ടികളല്ലേ കുറച്ചുകൂടെ അവർ പെട്ടെന്ന് ഒരു ഫാസ്റ്റ് ആയിരിക്കും കാര്യങ്ങൾ അവർ ഗ്രാസ്പ് ചെയ്യാനൊക്കെ ഫാസ്റ്റ് ആകുമ്പോൾ അങ്ങനെ അവർ നേരത്തെ കൊടുക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ അങ്ങനെ ത്രൂ ഒബ്സർവേഷൻ, അല്ലാണ്ട് ഇപ്പൊ മോണ്ടിസോറി പറയുന്ന കറക്റ്റ് ഏജിൽ തന്നെ നമ്മൾ ഇത് കൊടുക്കുക എന്നുള്ളതല്ല. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലസ് ഓർ മൈനസ് വരാം. ചിലപ്പോൾ 4 ഇയേഴ്സുകാരന് ശരിക്കും പെൻസിൽ പിടിക്കാനുള്ള ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഇതായിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കൊടുക്കും. അതുകൊണ്ട് ഒരു ജനറൽ ആയിട്ട് ഏജ് ലെവൽസ് മറിയ മോണ്ടിസോറി പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ കീൻ ഒബ്സർവേഷൻ ഡയറക്ടേഴ്സിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ കീൻ ഒബ്സർവേഷനിലൂടെ ഓരോ കുട്ടിയെ നോക്കണം. അപ്പോൾ മനസ്സിലാകുകയാണ് ഈ ഒരു ആക്ടിവിറ്റി കൊടുക്കാനുള്ള ഏജ് ആയിന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം വരുമ്പോൾ വേണം നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ്. സ്കോർ ചെയ്ത് വെക്കാം. അത് നമുക്ക് കുറെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓരോ മെറ്റീരിയലും ഓരോ ഡെഫിനറ്റ് പർപ്പസിനാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടിയുടെ ആവശ്യം എന്താണോ എയിം ചെയ്യുന്ന ഓരോന്നിനും ഓരോ റിസൾട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ ഒരു ഡെഫിനറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഓരോ മെറ്റീരിയൽസ്. അപ്പൊ നമുക്ക് കുറച്ചധികം ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ട്. രണ്ട് ബുള്ളറ്റ് അല്ലെങ്കിൽ ഓരോ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് വായിക്കാം, അതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓരോ പോയിന്റ് ആയിട്ട് ഓരോരുത്തർ വായിച്ചു. നമുക്ക് പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾ മാറി മാറി ഓരോരുത്തരും വായിച്ചാൽ. Principle of the Montessori materials. Each material must have a definite purpose and be meaningful to the child. The difficulty or the error that the child is to discover and understand must be isolated in a single piece of material. For example, the long rod will present only a variation in length and not in color or in design. Such isolation will help the child focus on the problem more eagerly. ഓക്കെ, ഒരു പല മെറ്റീരിയൽസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഓരോ മെറ്റീരിയലും കുട്ടി കൂടുതൽ ഫെമിലറൈസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ നീളമുള്ള റോഡുകൾ ഉണ്ടാവും, അതുപോലെ നീളം കുറഞ്ഞത് ഉണ്ടാവും. കുട്ടിക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ലെങ്ത് എന്നുള്ള പാരാമീറ്റർ കുട്ടിയുടെ മൈൻഡിൽ പെട്ടെന്ന് കയറും. നീളമുള്ളത്, ലെങ്ത് കൂടിയത്, ലെങ്ത് കുറഞ്ഞത്, ആ ഒരു ഡിഫറൻസിയേഷൻ കുട്ടി മനസ്സിലാക്കും. അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലെങ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കളർ ഡിസൈൻ, അതിന് വേറെ മെറ്റീരിയൽസ് ആയിരിക്കും. ഇത് ഓരോന്നും ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു സെപ്പറേഷൻ, ഒരു ഐസൊലേഷൻ കുട്ടിക്ക് ആ ഒരു പ്രോബ്ലത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഡിഫറൻസ് ആണ് ആ ഒരു പ്രോബ്ലം, അതിൽ തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് കുട്ടിക്ക് മനസ്സിലാവും. ലെങ്ത്തും കളറും എല്ലാം കൂടെ വരുമ്പോഴേക്കും ഒരു കൺഫ്യൂഷൻ വരാതെ കളറിന് വേണ്ടിയിട്ടൊരു മെറ്റീരിയൽ, ലെങ്ത് കാണിക്കാൻ വേറൊരു മെറ്റീരിയൽ, വെയിറ്റിന് വേറെ ഒന്ന്, ആ രീതിയിൽ അങ്ങനെ പല രീതിയിൽ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നു, ഓരോ പർപ്പസിനും ഓരോന്നുള്ള രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആരോടെ റെഡി ആയിരുന്നത്? അഫ്രം. യെസ്. The materials progress from simple to more complex in designs and usage. A good example, the rods, after discovering the length, using the long rods which differ only in length. The child is then introduced to the number rods. The number rods are used to teach the child to count. A third set, small rod, is used to teach children more complicated mathematical problems. ഇപ്പൊ ഇവിടെ മെറ്റീരിയൽസ് സിമ്പിളിൽ നിന്ന് കോംപ്ലക്സ് ഡിസൈനിലേക്ക് മാറുന്നുണ്ട്. കാരണം നമുക്കിപ്പം കുട്ടിയാണെങ്കിലും വലുതായാലും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ നമ്മളുടെ ലൈഫിൽ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പല സബ്ജക്ട്സും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ലൈഫിലും കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അതും നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതും ഇവിടെ പഠിക്കുക, ലൈഫ് സ്കിൽസ് പഠിക്കുന്നതെന്ന് പറയുന്ന പോലെ ഇവിടെ പഠിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇത് മോണ്ടിസോറി മെറ്റീരിയൽസിലുള്ളതാണ് റോഡ്സ്. ഈ റോഡ്സ് ലെങ്ത് ഉള്ളതുണ്ടാവും, പിന്നെ സ്മോൾ ലെങ്ത്തിലുള്ളതുണ്ടാവും. കുട്ടി റോഡ് ഒരേ ലെങ്ത്തിലുള്ള ഒരു 5 റോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. കുട്ടി കൗണ്ട് ചെയ്യുമ്പോഴേക്കും 5 റോഡ്സ്, വേറെ 5 റോഡ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. റോഡ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ചെറിയ ഇത്. പിന്നെ എന്താ പറയാ, ചെറിയ 5 റോഡ്സ് ഉണ്ടാവും. അപ്പൊ എന്താ പറയാ, ലെങ്ത് കൂടിയ റോഡ്സും ഉണ്ട്, ലെങ്ത് കുറഞ്ഞ റോഡ്സും ഉണ്ട്. കുട്ടിക്ക് അവിടെ ഒരു കോംപ്ലക്സിറ്റി ഫീൽ ചെയ്യാം. കൗണ്ട് സെയിം തന്നെയാണ്, പക്ഷെ അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ആണ്. അപ്പൊ അവിടെ ഒരു നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് കൂടിയത് അങ്ങനെ കണ്ടു. പിന്നെ കൗണ്ടിങ് പഠിച്ചപ്പോഴേക്കും 5 നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനായിട്ട് 5 ലെങ്ത് കൂടിയ റോഡ്സ് വെച്ചു. കുട്ടിയുടെ കൗണ്ടിങ് പഠിച്ചു യൂസിങ് ദാറ്റ് റോഡ്സ്. അതേസമയം അതേ കൗണ്ട് വരുന്ന വേറെ ചെറിയ റോഡ്സും വെച്ചു. കുട്ടിക്ക് മനസ്സിലായി കൗണ്ട് പഠിക്കാൻ ഒരേ സാധനങ്ങൾ തന്നെയല്ല, പലത് യൂസ് ചെയ്തിട്ട് കൗണ്ടിങ് പഠിച്ചു. അപ്പൊ അവിടെ ഒരു കോംപ്ലക്സിറ്റി വരുവാണ് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ ഒരു കോംപ്ലക്സിറ്റി അവരെ പഠിപ്പിക്കുക. ഇതൊരു സബ്ജക്റ്റിന് ഇതുപോലെ വരുമ്പോഴും അവർക്ക് അത് ഈസിലി മാനേജബിൾ ആയിട്ട് വരുവാണ്. ഓൾറെഡി കുട്ടി പഠിച്ചു കഴിഞ്ഞു. കൗണ്ടിങ് പഠിക്കാൻ 2 രീതിയിലുള്ളത് അത് എടുക്കും, ലെങ്ത് കൂടിയതും ലെങ്ത് കുറഞ്ഞ സ്മോൾ വൺസും എടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാത്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ കുറച്ചുകൂടെ അതിന് നല്ലപോലെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ മാത്സിൽ നമുക്ക് സാധാരണ നമ്പേഴ്സ്, 2 നമ്പേഴ്സ് തന്നെ ആഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഓക്കെ ആണല്ലേ. ഇപ്പൊ 100ഉം 50 ആഡ് ചെയ്യാൻ പറയുമ്പോൾ ഓക്കെ. പക്ഷെ അതേസമയം കുറച്ചുകൂടെ വലിയ നമ്പർ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി ഒരു വലിയ നമ്പർ, എത്ര പൊസിഷൻസ് വന്നു അവിടെ, ഒരു ലാക്സിലൊക്കെയുള്ള നമ്പർ, അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും ചെറിയ നമ്പേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട്. പിന്നെ ഡെസിമൽ സിസ്റ്റം കൂടെ പഠിക്കുവാണെങ്കിൽ ഡെസിമൽ പോയിന്റ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ കോംപ്ലക്സിറ്റി കൂടുമ്പോൾ അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാന്നുള്ളത് ഈ പല രീതിയിലുള്ള മെറ്റീരിയൽസ് വരുമ്പോഴേക്കും അവനത് പഠിക്കും. നെക്സ്റ്റ് തേർഡ് പോയിന്റ് ആരാ വായിക്കാൻ റെഡി ആയിട്ട്? Yes. The materials are designed to prepare the child diffusely for future learning. The sandpaper letters are used to instruct children the sounds of the letters of the alphabet. By tracing the sandpaper letters with his fingers, he builds a muscular memory of the shape of the letters of the alphabets and therefore preparing him to write one day. This principle of indirect preparation empowers the child to experience success in this endeavor much more readily and aids the development of self-assurance.
നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമായിരുന്നു അല്ലെ, സാൻഡ് പേപ്പർ ലെറ്റേഴ്സിനെ കുറിച്ചിട്ട്. കാരണം അതിന്റെ മുകളിലൂടെ ഇങ്ങനെ കൈ, ചിലപ്പം സാൻഡ് പേപ്പറിന്റെ റഫ്നെസ്സിനനുസരിച്ച് ഇങ്ങനെ കൈ അതിന്റെ മുകളിലൂടെ ഒരു കരകരാ ഒരു ശബ്ദവും ചിലപ്പോൾ കേൾക്കാം. അപ്പൊ ആ ഒരു ശബ്ദവും ആ മസിൽസിൽ ഉണ്ടാകുന്ന ആ ഒരു ചെറിയൊരു സെൻസേഷൻ കിട്ടും ഈ ടച്ച് ചെയ്യുമ്പോൾ. ഇത്ര റഫ്, നമ്മൾ സ്മൂത്ത് ആയതിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സെൻസേഷൻ ആയിരിക്കും, റഫ് സർഫസിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു സെൻസേഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു സെൻസേഷനും കിട്ടും. അപ്പൊ അത് മെമ്മറിയിലേക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് കിട്ടും. കുട്ടിക്ക് അതിങ്ങനെ വിരലോടിക്കുമ്പോൾ മെമ്മറിയിൽ ആ ഷേപ്പ് വരുവാണ്. ഇപ്പൊ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് കണ്ണടച്ചിട്ട് നമ്മൾ ടച്ച് ചെയ്ത് മനസ്സിലാക്കാം. നമുക്ക് ആ ആക്ടിവിറ്റിയും ചെയ്ത് നോക്കാം കേട്ടോ. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് ലെറ്റേഴ്സിന്റെ കുട്ടി ലെറ്റർ പഠിച്ച് വൺസ് പ്രാക്ടീസ് ചെയ്ത് ഓരോ ലെറ്ററും ഏതാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് വെച്ചിട്ട് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് കുട്ടിയോട് ടച്ച് ചെയ്ത് ഏത് ലെറ്റർ ആണെന്ന് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് ഈസിലി പറയും. അവർ വൺസ് അതുമായിട്ട് ഫെമിലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ക്ലാസ് റൂമിൽ ചെയ്യിക്കാവുന്ന ആക്ടിവിറ്റി. അത് ചെയ്യാം. അങ്ങനെ അവര് പല പ്രാവശ്യവും ഇതിന്റെ മുകളിലൂടെ ഇവര് വിരലിങ്ങനെ ഒപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ പെൻസിൽ ഹോൾഡ് ചെയ്ത ഒരു ടൈം വരുമ്പോൾ അവര് തന്നെ അത് ആ ഷേപ്പ് അത് എഴുതാനായിട്ട് അവര് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് ഞാൻ വായിക്കാം. The materials begin as concrete expressions of an idea and gradually become more and more abstract representations. An example from geometry is given below. അത് പറഞ്ഞതുകൊണ്ട് അതും കൂടെ ഒന്ന് വായിച്ചു. അടുത്ത പോയിന്റ് കൂടെ given below എന്ന് പറഞ്ഞത്. Okay, Miss. Montessori materials are designed for auto education and the control of error lies in the materials themselves rather than in the teacher. The control of error lies in his use of the materials and permits him to recognize his own mistakes. The 4 wooden cylinder blocks are a good example. If the child makes a mistake in replacing the cylinder into the socket, there will be 1 cylinder left over. ഓക്കെ, നമ്മൾ കുറച്ചു മുമ്പ് ആ ഒരു റിങ് ഇടുന്ന ഒരു റോഡിന്റെ കാര്യം പറഞ്ഞില്ലേ? നമ്മൾ കുട്ടികൾക്ക് കളിക്കാനായിട്ട് നമ്മൾ വാങ്ങുന്ന ടോയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഓർമ്മയില്ലേ? കുറച്ചു മുമ്പ്. ഓക്കെ, അപ്പൊ അത് കുട്ടി തന്നെ ചെയ്ത് കുട്ടിക്ക് തന്നെ മനസ്സിലാവും ആദ്യം ഇടേണ്ടത് ഇതല്ല, വീണ്ടും അത് തിരിച്ചെടുക്കുന്നു, അടുത്ത ട്രൈ ചെയ്യുന്നു. അപ്പൊ ഈ മെറ്റീരിയലിൽ തന്നെയാണ് എറർ വന്നാൽ കറക്റ്റ് ചെയ്യാനുള്ള രീതിയും ഇരിക്കുന്നത്. ആ മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കുട്ടിക്ക് എന്തെങ്കിലും എറർ. നിങ്ങൾക്ക് ഇതിനകത്തൊരു സിലിണ്ടേഴ്സ് ഉണ്ട്. ഈ സിലിണ്ടേഴ്സ് ഈ സിലിണ്ടർ എന്ന് പറഞ്ഞ സിലിണ്ടറിന്റെ ഡയമെൻഷനിൽ ഒരെണ്ണം എന്താ പ്രത്യേകമായിട്ടുള്ളത്? ഡയമീറ്റർ ആണ് അല്ലെ? സിലിണ്ടറിക്കൽ ഷേപ്പ് അറിയാലോ? എന്താ സിലിണ്ടറിക്കൽ ഷേപ്പ്? ഞാൻ ഒരു ഇതെടുക്കട്ടെ കേട്ടോ. ഇതിന്റെ ഒരു ക്രീമിന്റെ ഇത് സിലിണ്ടറിക്കൽ ഷേപ്പാണ്. നമുക്ക് സർക്കിൾ ആയിരിക്കും ഇതിന്റെ ടോപ്പും ബോട്ടും സർക്കിൾ ആയിരിക്കും. ഇതിന്റെ ഒരു മെയിൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡയമീറ്റർ ആയിരിക്കും. അപ്പൊ ഈ ഡയമീറ്റർ വലുതാകുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കുക. വലിയൊരു വേറെ ഒന്നും വയ്ക്കുക, വലിയ ഈ വട്ട അതിങ്ങനെ വലുതാവുമ്പോഴേക്കും ഇതിന്റെ സൈസ് കൂടും അല്ലെ? നമുക്ക് ഈ സിലിണ്ടേഴ്സിന്റെ മെറ്റീരിയൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസ് പോർഷൻ ഉണ്ടാകും. അപ്പൊ ഈ ഒരു റൗണ്ടിന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുഴി ഉണ്ടാകും. അപ്പൊ ഈ സിലിണ്ടർ വെച്ചാലാണ് കറക്റ്റ് അതിനകത്ത് ഫിക്സ് ആകുള്ളൂ. ഇതിനേക്കാൾ ചെറിയ കുഴിയാണെങ്കിൽ ഇത് അതിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ കുട്ടി ആദ്യം ചെറുതിലേക്കാണ് വെക്കാൻ പോകുന്നതെങ്കിൽ അതിനകത്ത് ഫിക്സ് ആവില്ല. അപ്പൊ ഇത് കറക്റ്റ് എവിടെയാണോ, വലുതിലാണെങ്കിൽ ഇത് ലൂസായിട്ട് ഇങ്ങനെ കിടക്കും, കറക്റ്റ് ഫിക്സ് ആയിട്ടിരിക്കില്ല. അപ്പൊ കുട്ടി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഫിക്സ് ആവുന്ന നോക്കി അതിൽ വെക്കും. ഇനി ഇതിനേക്കാൾ ഇതിനേക്കാൾ വലിയൊരു സിലിണ്ടർ ആണ്, ഈ ഒരു വട്ടം കൂടുതലുള്ള സിലിണ്ടർ ആണെങ്കിൽ അത് ഇതിനെ ചെറിയ കുഴിയിലാണ് വെക്കാൻ പോകുന്നതെങ്കിൽ അത് അതിനകത്ത് ഫിക്സ് ആവില്ല. അപ്പൊ അങ്ങനെ സിലിണ്ടേഴ്സിനെ പ്ലേസ് ചെയ്യാനായിട്ട് കുട്ടി പഠിക്കും. ഇപ്പൊ ആ ഒരു മെറ്റീരിയലിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയോ? ഇങ്ങനെ നീളത്തിൽ ഒരു ബേസ് ആയിരിക്കും, അതിൽ കുറെ കുഴികൾ ഉണ്ടാവും. വുഡിന്റെ ആണെ കുറെ കുഴികൾ ഉണ്ടാവും. ഈ ഓരോ കുഴിക്കും ഓരോ ഡയമീറ്റർ ആയിരിക്കും, ഓരോ വട്ടമായിരിക്കും. ഇത് പാകമാകുന്ന ഒരു കുഴിക്കകത്ത് ഇത് കൊണ്ടുപോയി ഫിക്സ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കുത്തി വെക്കാൻ പറ്റും. ഇത് പാകം അല്ലാത്തതാണെങ്കിൽ ഇത് അവിടെ നിന്ന് ലൂസായിട്ട് വീഴും. കുട്ടി കറക്റ്റ് ഫിക്സ് ആവുന്ന ആ
കുഴിഭാഗം നോക്കി നോക്കി പോയിട്ട് അവിടെ കൊണ്ടുപോയി ഇത് ഫിക്സ് ചെയ്ത് വെക്കും. ഒരു ഐഡിയ കിട്ടിയോ? ഇതിന്റെ പിക്ചേഴ്സ് ഞാനേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തിട്ട് അവർ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്ത് തരും. പക്ഷെ അതെനിക്കൊന്ന് കളക്ട് ചെയ്യണം, കാരണം ഓൾറെഡി ഈ പിക്ചേഴ്സ് ഞാൻ എന്റെ റെക്കോർഡിൽ ഒട്ടിച്ചു വെച്ചേക്കും. അപ്പൊ അത് പല പേജിലല്ലേ, അതും കളർ പിക്ചേഴ്സാണ്. അതിനി നമ്മള് ഗൂഗിളിൽ നോക്കിയിട്ട് റെക്കോർഡിലെ എല്ലാം നോക്കി മാച്ചിങ് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്ത് സോർട്ട് ചെയ്തിട്ട് വേണം തരാൻ. കാരണം അത് വേണം. നമ്മള് ഈ പ്രാക്ടിക്കലിന്റെ റെക്കോർഡ് ബുക്ക് എഴുതുമ്പോൾ, പാരറ്റസ് ബുക്ക് എഴുതുമ്പോൾ ഓരോ പിക്ചറിന്റെ കോപ്പി നമ്മൾ സൈഡില്, നമ്മൾ അങ്ങനെയല്ല റെക്കോർഡ് എഴുതി പോയാൽ പിക്ചർ നമ്മൾ ഈ സൈഡിൽ ഒട്ടിക്കും, റൈറ്റ് സൈഡിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒരു പാരഗ്രാഫ് എഴുതില്ലേ, അതുപോലെ വേണം നമുക്ക് പോകാൻ. അതിന് മുമ്പ് നമ്മൾ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് വെക്കണം. അതെനിക്കൊന്ന് സോർട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനത് ഏൽപ്പിക്കാം. ഈ ഒരു 4 വുഡ് ആൻഡ് സിലിണ്ടർ ബ്ലോക്സിന്റെ കാര്യം പറഞ്ഞത് ഇതാണ്. പലപ്പോഴും മിസ്റ്റേക്ക് വരും, റീപ്ലേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സ്ഥലത്ത് റീപ്ലേസ്ഡ് ആവില്ല ആ സിലിണ്ടർ. സെയിം എക്സാമ്പിൾ ആണ് നമ്മളുടെ ആ റിങ് ഇടുന്ന ടോയ്, സെയിം അത് തന്നെ. അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരെണ്ണം വലിയ ഇതിനേക്കാൾ വലിയൊരു ഭാഗത്ത് ഇത് കൊണ്ടങ്ങ് വെച്ചു, അപ്പൊ അതവിടെ ഇരുന്നു. കാരണം വലുതാണല്ലോ. പക്ഷെ അടുത്ത ആ സെയിം പോർഷനിൽ വെക്കേണ്ട സിലിണ്ടറിന് വെക്കാൻ അപ്പൊ സ്ഥലം ഇല്ലാണ്ട് വരുന്നു. അപ്പൊ അത് ലെഫ്റ്റ് ഓവർ ആയി മാറും. അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും പ്ലേസ് ചെയ്തത് കറക്റ്റ് അല്ല. പിന്നെ എല്ലാം ഒന്നുകൂടെ മാറ്റും, വീണ്ടും വെക്കും. അങ്ങനെ മിസ്റ്റേക്സ് അത് കറക്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് ഇത് പഠിക്കുന്നത്. ഓക്കെ, എനിക്കത് പിക്ചർ ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാം ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് മെറ്റീരിയൽസ് ഒന്നുകൂടെ വെച്ച് നോക്കി നമുക്കിത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ആ തിയറി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഓക്കെ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി സമയമായി, ടൈം എടുത്ത് ഇതെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് കറക്റ്റ് മനസ്സിലാക്കാതെ നമുക്ക് റെക്കോർഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രാക്ടീസിന് പോകുമ്പോൾ, ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സും സാൻഡ് പേപ്പർ നമ്പേഴ്സും എൻ്റെ ഇരിക്കുന്നുണ്ട്. ഞാൻ ബാഗിലാക്കി അതിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് എടുത്ത് നോക്കണം, നന്നായിട്ട് ഇരിക്കുവാണോ മോശമായോ എന്നൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. ഓക്കെ ഫൈൻ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ 2 പാരഗ്രാഫും കൂടെ ഒന്ന് വായിച്ചിട്ട് ബേസിക് റൂൾസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ആരെങ്കിലും ഒന്ന് വേഗം വായിച്ചു. Okay, ma'am. Control of error is any kind of indicator which tells us whether we are going towards our goal or away from it. We must provide this as well as introduction and materials on which to work. The power to make progress comes in large measures from having freedom and an assured path along which to go. But to this must also be added some way of knowing if and when we have left the path. If the child is not able to see the control of error in the material, the child is not ready for the exercise, or in other words, he is not at the stage of expansion. യെസ്, അപ്പൊ ഈ എറർ വരുന്നു. നമുക്ക് ആദ്യമേ തന്നെ പെർഫെക്റ്റ് ആയി എല്ലാം ചെയ്യുന്നല്ലോ. എറർ വരുമ്പോ എറർ മാറ്റി ചെയ്യാനുള്ള ഒരു ഫ്രീഡം, അതിനുള്ള ഒരു സെൽഫ് കൺട്രോൾ കുട്ടിക്ക് ഇല്ലെങ്കിൽ അത് കൂടുതൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നില്ല, അതവിടെ ഇട്ടിട്ട്. അപ്പൊ അതിനനുസരിച്ച് എൻവയോൺമെന്റ് ക്രിയേറ്റഡ് ആവണം അവിടെ. കുട്ടി അത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാനുള്ളത്, എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കണം, റിപ്പീറ്റഡ്ലി അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ അതിന് വേണ്ടുന്ന ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ മെറ്റീരിയലിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കണം. അത് നമ്മൾ ക്ലാസ് എടുക്കുന്ന പോലെ ആ ഒരു രീതിയിലല്ല. അതും നമ്മൾ എല്ലാ കുട്ടികൾക്കും ഒരേ മെറ്റീരിയൽസ് അല്ല കൊടുക്കുന്നത്. ഒരു കുട്ടി അത് എടുക്കുമ്പോൾ അവന് കൺഫ്യൂഷൻ ഉണ്ടാവും, ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ ടൂൾ എന്താ, നമ്മുടെ ഒബ്സർവേഷൻ. അവന് അത് ആവശ്യമാണ്, അതിനെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ. സോ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ശരിക്കും ഡയറക്ടേഴ്സ് ട്രെയിൻഡ് ആയിരിക്കണം, മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാൻ നല്ലതുപോലെ അറിയാം ഡയറക്ടേഴ്സിന്. അപ്പൊ ഇനീഷ്യലി നമ്മൾ ആ മെറ്റീരിയൽസ് എന്താണെന്ന് മനസ്സിലാക്കണം, അതിന്റെ ഷേപ്സ് മനസ്സിലാക്കണം, നമ്മൾ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സിലിണ്ടറിന്റെ കാര്യത്തിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി, സാൻഡ് പേപ്പർ നിങ്ങൾക്ക് മനസ്സിലായി, ടച്ച് അവരിലേക്ക് വരുമ്പോൾ അത് അവരുടെ മെമ്മറിയിൽ അതങ്ങ് ഫീഡ് ചെയ്യുക. ആ ഒരു രീതിയിൽ മെറ്റീരിയൽസ്, ചില മെറ്റീരിയൽസ് നമുക്ക് ഈസിലി മനസ്സിലാവുന്നുണ്ട്. സിപ്പിങ്, ബട്ടണിങ്, അതൊക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെ ആ ഒരു പിക്ചർ വന്നു കഴിഞ്ഞല്ലോ. നമ്മൾ അതിനെ ഉണ്ടാക്കി നോക്കി. ഇപ്പൊ സിലിണ്ടർ ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, കാരണം വുഡനാണ്, അത് ഭയങ്കര കോസ്റ്റ്ലി ആകും. അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അതേസമയം ബട്ടണിങ്, സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ്, വേർഡ്സ്, നമ്പേഴ്സ് ഒന്നും നമുക്ക് പ്രോബ്ലം ഇല്ല. പിന്നെ പഴയ അബാക്കസ് രീതിയിലുള്ള ആ രീതിയിൽ മുത്തുണ്ടെങ്കിൽ നമുക്കും അത് ക്രിയേറ്റ് ചെയ്യാം. ചെറിയ ബെൻഡ് ചെയ്യാൻ, എളുപ്പത്തിൽ ബെൻഡ് ചെയ്യാൻ പറ്റുന്ന
കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ, ഈസിലി ബെൻഡബിൾ ആയിട്ടുള്ള കമ്പി ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലും ഇത് നോട്ട് ഇട്ടിട്ട് ഒരു സൈഡിൽ നിന്ന് ബീഡ്സ് കൊടുത്തിട്ട് മറ്റേ സൈഡാന്ന് വീണ്ടും നോട്ട് ഇടുക. അപ്പൊ കുട്ടികൾക്ക് പതുക്കെ മൂവ് ചെയ്യാവുന്ന രീതിയിൽ സ്പേസും ആയിരിക്കണം. ടൈറ്റ് ആയിട്ട് വീട് മൂവബിൾ ആയിട്ട്, അപ്പൊ അവർക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കൗണ്ടിങ് പഠിക്കാം. അതൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഫൈൻ. അപ്പൊ ഇത്രയൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. കുറച്ച് എനിക്ക് തോന്നുന്നു 2-3 ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. 2 ക്ലാസ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ക്ലാസ് കൊണ്ട് ചിലപ്പോൾ തീരുമാനിക്കും. നമുക്ക് നോക്കാം. ഓക്കെ. Okay, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Good night, ma'am. Thank you, ma'am. Thank you, ma'am.